മോളുടെ മാലേ എങ്ങനെങ്കിലും വിട്ടിട്ട് വാടക അടയ്ക്ക്. ഇപ്പൊ ഊരിത്തുന്ന 2 ദിവസം മുമ്പ് തന്നിരുന്നെങ്കിൽ ഈ യാത്രയുടെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആവശ്യമുള്ളപ്പോ ആരും തരില്ല. പിന്നെ അത് പലിശയുടെ പലിശയും കേസും ഒക്കെ ആവുമ്പോ കൊണ്ടുതരും. പഴങ്കഥ പറയണ്ട, ഉള്ളതൊക്കെ തീർന്നേ. ഇനിതാ ഇതും കൂടെ ഉള്ളു ബാക്കി. നാളെ രാവിലെ തന്നെ പോയിട്ട് വാ, നമുക്ക് വേഗം തിരിച്ചു പോവാം. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങാം. ലോകത്ത് എത്ര വലിയ ഹോട്ടലിൽ പോയാലും നിന്റെ കുക്കിങ്ങിന്റെ ടേസ്റ്റ് ഇല്ല. ഞാൻ ഈ ഗ്ലാസ് ബിസിനസ് പോലെ പൊട്ടാൻ ചാൻസ് ഉള്ള ബിസിനസ് ചെയ്ത സമയത്ത് നിന്നെ കുക്കാക്കി ഒരു ഹോട്ടൽ തുടങ്ങിയാൽ മതിയായിരുന്നു. എന്നെ പൊക്കി മാനം മുട്ടിക്കണ്ട. രാവിലെ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. തീർന്നില്ലേ? പോകുമ്പോ ഈ വാച്ചും കൂടി ഒന്ന് ശരിയാക്കണം. എന്തു പറ്റി? എന്റെ സമയം ശരിയല്ലാന്ന് തോന്നുന്നു. ഹലോ സ്വാമിയാ, നീ എത്രയും പെട്ടെന്ന് ക്യാമ്പിലേക്ക് വരണം. എന്താ കാര്യം പറയ്. അത്യാവശ്യമാ, നീ ഒന്ന് വേഗം വാ. ഇവിടെ ആകെ പ്രശ്നത്തിലാണ്. ഞാൻ ഇപ്പൊ എത്താം. ഇവൻ ആ സോണിയുടെ ഏർപ്പാടിൽ ഏതോ വമ്പൻ ടീമുമായിട്ട് ഡോളർ ഇരട്ടിപ്പിന്റെ കാരിയറായി നിന്നു. ഇപ്പൊ ഒറിജിനൽ കാശുകൊണ്ട് ഏതോ കറമ്പന്മാർ പോയി. ഇരട്ടിപ്പ് പൈസ അമാർക്ക് കിട്ടിയതുമില്ല. സോണി പറഞ്ഞത് ഒറിജിനൽ കാശ് പറ്റിച്ചുകൊണ്ട് പോയത് ഇവന്റെ കയ്യിൽ നിന്നാണ്. അതിന് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല. പറ്റിയത് പറ്റി. ഇനി എല്ലാവർക്കും പോയി അഴിയണ്ണ. എന്റെ ദൈവമേ, എല്ലാരും അകത്തുള്ളവര് സമാധാനാവൂലോ. അവന്റെ ഒരു സോണി സംഗതി വഷളാണേ. നീ ബിസിനസ് നടത്തി കാശ് കളഞ്ഞു വിളിച്ച കേസല്ല ഇത്. സ്മഗ്ലിങ്. എല്ലാരും ഇവിടെ ജീവിതകാലം മുഴുവൻ അഴിയണ്ണേണ്ടി വരും. ഇതൊക്കെ ഇവന് സോണി ചേർന്നുള്ള കളിയാ. നയാ പൈസ അറിഞ്ഞുകൂടെ? ഞാൻ സോണിയോട് ചേർന്ന് പറ്റിക്കാനൊന്നുമല്ല. കയ്യിൽ കാശ് വേണ്ടേ? പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? നാട്ടിലാണെങ്കിൽ പോകാനും പറ്റില്ല. നാട്ടിൽ പോയി ഉണ്ടാക്കും. നീ ഇനി പോകണ്ടടാ. നിന്നെ ഞാൻ വെള്ളം കോരിയിട്ട് നീ എന്തോന്ന് പറയുന്നേ? അവന്മാരെ എന്തെങ്കിലും പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ. എന്ത് സെറ്റിൽ ചെയ്യാൻ? എന്തായാലും പറ്റിയതൊക്കെ പറ്റി. എല്ലാരും കൂടെ അടിയണ്ടാവും. Take your money back and give me back my money. This is not my bag. No, you are the boss. Give me the money, otherwise I'll shoot you. I have no money, please. You are a person. You. This is not enough. This is not enough. Understand me, please. More money. No money, please. Don't give me more money. You will see blood. I will kill you, idiot. Yo, in a car. Car is enough for my money. Please, my car and purse. Take your bag. Your car, engine, everything finished. Go and find it in scrap market. Let's go. എന്നിട്ടോ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ നടക്കുക പോലും. ഇവരെ ഞാൻ നോക്കിയോ. മോളെ, മിനുടി, മോളെ. മോളെ, മോളെ. സല്ലേട്ടാ, സല്ലേട്ടാ, നമുക്ക് ഇവിടുന്ന് പോവാം. അവിടെ എല്ലാം ശരിയാക്കിയോ? അവര് സമ്മതിച്ചോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് വെളിച്ചോ ഒന്നും വേണ്ട. ബാക്കി പൈസ നമുക്ക് കിഷോറേട്ടനെ ഇന്ന് വാങ്ങാം. വാ, ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. സ്വർണം വിറ്റ കാശ് ആ സുയിത്തുണ്ടാക്കിയ ഒരു പ്രശ്നത്തില് കാശും വേണ്ടി അവര് പിടിച്ചു മേടിച്ചു. എന്നിട്ട് കല്യാണി, നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഒന്ന് രക്ഷിക്കാമോ?
വാ മോളെ. ഭായ് സാബ് അവനാ ആ കല്യാണി ഞാൻ പറഞ്ഞു നീ ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ശരി. ആ ആ ഓക്കെ. ആരടി ഫോണില്? ആ ഹലോ ഒരു സെക്കൻഡ്. ഹലോ ദാ റെസിപ്റ്റ്. ഇതുവരെയുള്ള കുടിശ്ശിക ആരോ വന്നടച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും നന്നായി ഒന്ന് ജീവിക്കാൻ നോക്ക്. പോടോ ഇറങ്ങി. ആ പറയ്. ആരടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ? ആരാ ഈ ബില്ലടച്ചേ? ഓ ലവനായിരിക്കും നിന്റെ മറ്റേ കിഷോറേട്ടൻ. ദേ, കുഞ്ഞിന്റെ ആഗോള സ്വർണ്ണവും എന്റെ സ്വർണ്ണവും വിറ്റ് വെല്ലോനും കൊടുത്തിട്ട് എന്റെ മെക്കെട്ട് കയറാതെ ആണത്താ പിടിച്ചു വാങ്ങിയനോട് കാണിക്ക്. നാണമില്ലല്ലോ. എന്നെ ഭരിക്കാൻ വരുന്നു. ഞാൻ കാശില്ലാത്തവനായത് മുതൽ കാണാൻ തുടങ്ങിയതാ നിന്റെ ഈ പുച്ഛം. ഞാനിവിടെ നിന്നാ എല്ലാവരും വിളിച്ചു കേട്ടുന്നോട് കാണേണ്ടി വരും. എന്റെ ബിസിനസ്സും കുടുംബവും സ്വപ്നങ്ങളും എല്ലാം തകർത്ത നീ ഒറ്റ നിനക്ക് മേടിക്കാമോ? മേടിക്കണം. സല്ലേട്ടാ നീ ഇരിക്കേ. സംബന്ധം ഉണ്ടാക്കാൻ വന്നതല്ലടാ ഞാൻ. തരാൻ ഇനി എത്ര ബാക്കിയുണ്ട്? എന്റെ ഈ ശരീരം വെട്ടി നുറുക്കിയെടുത്തോ. അല്ലാതെ ഒരു പുല്ല് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. മോനെ ഗതികെട്ട് നിൽക്കുക. കൂടെ കിടന്നവൾ എന്റെ ആണത്തം ചോദ്യം ചെയ്ത കാലമാ. എനിക്കുള്ള അത്രയും കേസിനേക്കാൾ വലിയ കേസ്. നിന്നെ കൊന്നിട്ട് സമാധാനത്തോടെ ഞാൻ ജയിലിൽ കിടക്കും. ഇന്നലെ നടന്നതെല്ലാം നീയും എന്റെ കൂടെ ഉള്ള നായും കൂടി ചേർന്നുള്ള നാടകമാണെന്ന് എനിക്ക് അറിയാമടാ പന്ന. ശരിയാ, നിങ്ങളാള് കാഞ്ഞ ബുദ്ധിമാനാ. പക്ഷേ എടുത്തുചാട്ടം ജന്മനാ ഉണ്ട് കൂടെ. അല്ലെങ്കിൽ ഇവിടെ വന്ന് വെല്ലുവിളിച്ച് സുഖമായി ഇനി ജീവിക്കാമെന്ന് കരുതില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്നെ കൊന്നിട്ട് പോണം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസാനമായിരിക്കും. കേട്ടോടാ പുന്നാര മോനെ. എന്നാ കാണാടാ. കാണണമല്ലോ.